കാർഷിക വാർത്തകൾ. നാണ്യവിള കമ്പോളത്തിൽ നിന്നുള്ള വാർത്തകൾ. കുരുമുളകിൽ വ്യാജൻ വിപണിയിലെത്തി. നാടനും വിദേശിയും ചേർത്ത ഇനങ്ങളാണ് മാർക്കറ്റിലെത്തുന്നത്. ഗുണമേന്മയുള്ള ഇന്ത്യൻ മുളകിനൊപ്പം വിയറ്റ്നാം, ശ്രീലങ്കൻ മുളക് കലർത്തിയാണ് വിൽപ്പന നടത്തുന്നത്. ഇടുക്കിയിൽ ഏലയ്ക്ക ലേലത്തിൽ വന്നതിൽ കൂടുതലും പഴയ ചരക്ക്. ഇടുക്കി വയനാടൻ മുളകിൽ വിദേശ ചരക്ക് കലർത്തിയുള്ള വിൽപ്പന ലാഭകരമാണ്. പക്ഷേ എരിവും സ്വാദും കുറവാണ്. ഹൈറേഞ്ച് മേഖലയിൽ നിന്നുള്ള ചരക്ക് ഇടപാടുകാർ എത്തിക്കുമ്പോൾ പലപ്പോഴും കബളിപ്പിക്കപ്പെടുകയാണ്. ഉത്തരേന്ത്യൻ സീസൺ തുടങ്ങുന്നതിനാൽ കൂടുതൽ ആവശ്യക്കാർ വരുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര രംഗം. മറ്റു ഉൽപ്പാദന രാജ്യങ്ങളും മുളക് വില ഉയർത്തുന്നതിനാൽ പരമാവധി നേരത്തെ ചരക്ക് ശേഖരിക്കാൻ ആഭ്യന്തര വ്യാപാരികൾ മത്സരിക്കുന്നുണ്ട്. കൊച്ചിയിൽ അൺഗാർബിൾഡ് മുളക് വില കിലോ 659 രൂപ. ഇടുക്കിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ 1,00,000 കിലോയ്ക്ക് മുകളിൽ ചരക്ക് വിൽപ്പനയ്ക്ക് എത്തിയതിൽ ഏറിയ പങ്കും പഴയ ഉൽപ്പന്നമായിരുന്നു. മൊത്തം 52,325 കിലോഗ്രാം ഏലക്ക വന്നതിൽ 50,978 കിലോയും വിറ്റഴിഞ്ഞു. ഗൾഫ് ഓർഡർ ലഭിച്ച കയറ്റുമതിക്കാർക്കൊപ്പം ആഭ്യന്തര ഇടപാടുകാരും ലേലത്തിൽ ഉത്സാഹം കാണിച്ചു. മികച്ച ഇനങ്ങൾക്ക് കിലോ 2,645 രൂപ, ശരാശരി ഇനങ്ങൾക്ക് 2,216 രൂപ. ലാഭകരമായ വില കിട്ടാത്തതിനാൽ നാളികേര വിളവെടുപ്പിൽ നിന്നും ഒരു വിഭാഗം പിൻവലിഞ്ഞു. കൊപ്ര സംഭരണത്തിൽ തണുപ്പൻ മനോഭാവം തന്നെ. കൊപ്ര 10,600 രൂപയിൽ വിപണനം നടന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പുലർച്ചെ പെയ്ത മഴയിൽ റബ്ബർ ടാപ്പിംഗ് ചെറിയ തോതിൽ തടസ്സപ്പെടുത്തി. വരവ് കുറഞ്ഞതിനാൽ ടയർ കമ്പനികൾ 4ാം ഗ്രേഡിന്റെ വില 229 രൂപയിൽ നിന്നും 231 രൂപയായി ഉയർത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഡിസംബറിന് ശേഷം പഞ്ചസാര കയറ്റുമതി നയത്തിൽ ഇന്ത്യ മാറ്റം വരുത്തിയേക്കും. ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. ഒക്ടോബർ മുതൽ സെപ്റ്റംബർ വരെയുള്ള അടുത്ത സീസണിൽ പഞ്ചസാര കയറ്റുമതിക്ക് അനുമതി നൽകണമെന്നാണ് പഞ്ചസാര മില്ലുകളുടെ ആവശ്യം. എന്നാൽ ഡിസംബർ വരെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകില്ലെന്നാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. 2023 ഒക്ടോബറിലാണ് പഞ്ചസാര കയറ്റുമതി അനിശ്ചിതകാലത്തേക്ക് നിരോധിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. എന്നാൽ ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതിയോടെ കയറ്റുമതിയാകാമെന്ന മയപ്പെടുത്തലും സർക്കാർ ഭാഗത്തു നിന്നുണ്ടായി. 2024-25 സീസണിലെ ഓപ്പണിംഗ് സ്റ്റോക്ക് 90 ലക്ഷം ടൺ ആയിരിക്കുമെന്ന് മന്ത്രാലയം പ്രതീക്ഷിക്കുന്നു. ഇത് 2.5 മാസത്തേക്ക് ഗാർഹിക പഞ്ചസാര ആവശ്യത്തേക്കാൾ 25 ലിറ്റർ കൂടുതലാണ്. കനത്ത മഴയും വെള്ളപ്പൊക്കവും കാരണം കരിമ്പു വിളകൾക്ക് നാശനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ചും സർക്കാർ നിരീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കന്നുകാലി കർഷകർക്ക് ആശ്വാസമായി ഗോ സമൃദ്ധി. കർഷകർക്കും കാലികൾക്കും ഉണ്ടാകുന്ന അപകടങ്ങളിലെ സാമ്പത്തിക നഷ്ടം ഒഴിവാക്കുന്ന കന്നുകാലി ഇൻഷുറൻസ് ആണിത്. ഗോസമൃദ്ധി പദ്ധതിയിൽ അംഗമാകുന്ന ക്ഷീര കർഷകന് അപകടമരണമോ പൂർണ്ണമോ ഭാഗികമോ ആയുള്ള അംഗവൈകല്യമോ സംഭവിച്ചാലും കാലികൾ മരണമടഞ്ഞാലും ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ സാധിക്കുന്ന ഇൻഷുറൻസ് ആണിത്. സംസ്ഥാന ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പ് കർഷകർക്ക് വേണ്ടി നേരിട്ട് നടത്തുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ്. 65,000 രൂപയാണ് കന്നുകാലി ഇൻഷുറൻസ് പരിരക്ഷാ തുക. ഒരു കൊല്ലത്തേക്ക് 2,912 രൂപയാണ് പ്രീമിയം. പട്ടികജാതി വർഗ വിഭാഗത്തിന് മൊത്തം പ്രീമിയത്തിന്റെ 30% 874 രൂപയാണ് ഒരു കൊല്ലത്തേക്ക് അടയ്ക്കേണ്ടി വരിക. 3 വർഷത്തേക്ക് 2,141 രൂപയാണ് അടയ്ക്കേണ്ടത്. കന്നുകാലികളുടെ ഉടമസ്ഥർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരിക്കും. 1,00,000-ന് 20 രൂപ എന്ന നിരക്കിലാണ് പ്രീമിയം അധികം അടയ്ക്കേണ്ടത്. പരമാവധി 5 ലക്ഷം രൂപ വരെ തുകയ്ക്ക് കന്നുകാലി ഉടമസ്ഥർക്കും ഇൻഷുർ ചെയ്യാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അടുത്ത 4 വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ കാർഷിക രാസവസ്തുക്കളുടെ കയറ്റുമതി 80,000 കോടി രൂപയായി ഉയരുമെന്ന് റിപ്പോർട്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ കാർഷിക രാസവസ്തുക്കളുടെ കയറ്റുമതി 43,223 കോടി രൂപയായിരുന്നു. ഇൻഡസ്ട്രി ബോഡിയായ അഗ്രോകം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഏണസ്റ്റ് യങ്ങും സംയുക്തമായി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ അഗ്രോ കെമിക്കൽ വ്യവസായത്തിന്റെ പരിഗണന ഗുണനിലവാരവും താങ്ങാവുന്ന വിലയുമാണ്. അനുകൂലമായ അന്തരീക്ഷം സാധ്യമാക്കിയാൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ 80,000 കോടി രൂപയുടെ കയറ്റുമതി കൈവരിക്കാനുള്ള സാധ്യത ഈ മേഖലയ്ക്കുണ്ടെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്. ലൈസൻസിംഗ് മാനദണ്ഡങ്ങൾ കാര്യക്ഷമമാക്കുക, സംഭരണത്തിനും വിൽപ്പനയ്ക്കുമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ജൈവ കീടനാശിനി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങി അനുകൂലമായ അന്തരീക്ഷം സുഗമമാക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് അഗ്രോകം ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പറയുന്നത്.
GST 18% നിന്ന് 5% കുറയ്ക്കണമെന്ന ആവശ്യവും സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 229, RSS 5 226, ലാറ്റക്സ് 136, ജാതിക്ക 260, ജാതി പത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 250, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 300, കുരുമുളക് ഗാർബിൾ 67,900, കുരുമുളക് അൺഗാർബിൾ 65,900, ഏലക്ക 2100 മുതൽ 2250 വരെ, വെളിച്ചെണ്ണ 16,900, കൊപ്ര 11,250, ചുക്ക് 37,000.